കിയ കാർണിവൽ ഉൾപ്പെടെ കറുത്ത കാറുകളിലേക്ക് പിണറായി കൂടുമാറിയത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച ശേഷമാണ്. പിണറായി തനിക്കേറ്റ ഈശ്വരകോപം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് അക്കാലത്ത് വാർത്തകൾ വന്നിരുന്നു. ആദ്യം കറുത്ത ഇന്നോവയിലേക്ക് മാറിയ മുഖ്യൻ ഭരണത്തിന്റെ സായാന്തനത്തിൽ കിയ കാർണിവലിലേക്ക് മാറി. ആശാവർക്കർമാർക്ക് നക്കാപ്പിച്ച നൽകാൻ പണമില്ലാതിരുന്ന കാലത്തായിരുന്നു ഈ മാറ്റം. ആഡംബര കാറുകൾ വാങ്ങാനുള്ള പദ്ധതിയാണ് പിന്നീട് കാർണിവലിലേക്ക് മാറിയത്. മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ തൽക്കാലമില്ലെന്നാണ് തീരുമാനം. കഴിഞ്ഞ LDF സർക്കാരിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് മന്ത്രിമാർക്ക് നൽകുക. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ നിലവിലെ മന്ത്രിമാരിൽ ആർക്കും തൽക്കാലം നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പിണറായി ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഈ കാർ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്ന പിണറായി വിജയന് തന്നെ നൽകുമോ എന്നും തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശന് ലഭിക്കുക VN വാസവൻ ഉപയോഗിച്ചിരുന്ന കാറാണ്. കഴിഞ്ഞ സർക്കാർ ഏറ്റവും ഒടുവിൽ വാങ്ങിയതായിരുന്നു ഇത്. മറ്റു മന്ത്രിമാർക്കുള്ള കാറുകളും ടൂറിസം വകുപ്പ് സർവീസ് ചെയ്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് എത്തിക്കും. തൽക്കാലം വാഹനങ്ങളുടെ നമ്പറുകൾ ക്രമരഹിതമായി നൽകും. നമ്പർ മാറ്റണമെന്ന് ഏതെങ്കിലും മന്ത്രിമാർ ആവശ്യപ്പെട്ടാൽ മാറ്റി നൽകും. 2006 വരെ അംബാസിഡർ കാറുകളായിരുന്നു ഭൂരിഭാഗം മന്ത്രിമാർക്കും നൽകിയിരുന്നത്. 2004 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മറ്റു കാറുകളും മന്ത്രിമാർക്ക് ആവശ്യപ്പെട്ട് വാങ്ങിയിരുന്നു. പിന്നീട് ഇന്നോവയിലേക്ക് മന്ത്രിമാർ മാറി. 2016 ഇന്നോവ ക്രിസ്റ്റയും മന്ത്രിമാരുടെ വാഹനങ്ങളായി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 2022 ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പുറമെ കിയ കാർണിവലും വാഹന വ്യൂഹത്തിന്റെ ഭാഗമാക്കി. ഇവയെല്ലാം കറുത്ത നിറമുള്ളവയായിരുന്നു. ചീറിപ്പാഞ്ഞു പോകുന്ന 14ഓളം വാഹനങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായിയുടെ വാഹന വ്യൂഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അദ്ദേഹത്തിന് തന്നെ സഞ്ചരിക്കാനുള്ള വാഹനം ഇടയ്ക്ക് വെച്ച് മാറിയതുമെല്ലാം വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിലേക്ക് കിയ കാർണിവൽ എത്തിയത് അടുത്ത കാലത്താണ്. 33 ലക്ഷം രൂപ വിലയുള്ള കിയ കാർണിവൽ ലിമോസിൻ +7 മോഡലാണ് പുത്തൻ വാഹനം. നിലവിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന കറുപ്പ് നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പകരക്കാരനായാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള കറുത്ത കിയ കാർണിവൽ വാങ്ങാൻ സർക്കാർ തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് 3 ക്രിസ്റ്റയും ഒരു ടാറ്റ ഹാരിയറും വാങ്ങാൻ 62,46,000 രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ നിന്ന് 53,39,000 രൂപ ചിലവഴിച്ചാണ് 3 പുതിയ കറുത്ത ക്രിസ്റ്റ വാങ്ങിയത്. ഈ വാഹനങ്ങളിൽ 2 എണ്ണം പൈലറ്റ് എസ്കോർട്ട് കാറുകളായും 1 മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനുമാണ് ഉപയോഗിച്ചത്. ഹാരിയറിന് പകരം കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള കാർണിവൽ വാങ്ങുന്നതാണ് അഭികാമ്യമെന്ന് പോലീസ് മേധാവിയാണ് നിർദ്ദേശിച്ചത്. നേരത്തെ അനുവദിച്ചതിന്റെ ബാക്കി തുക കാർണിവൽ വാങ്ങാൻ തികയില്ല. അതിനാൽ പുതിയ കാർ വാങ്ങാൻ 33,31,000 രൂപ അനുവദിച്ച് ഉത്തരവായി. പുതിയ വണ്ടികൾക്കായി ഇതുവരെ അനുവദിച്ച് 88,69,000 രൂപയാണ്. 3 പുതിയ ക്രിസ്റ്റകൾ വാങ്ങിയപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന 2 ഇന്നോവ കാറുകൾ ആഭ്യന്തര വകുപ്പിന് കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ യാത്രയ്ക്ക് അധിക സുരക്ഷ എന്ന നിലയിൽ പൈലറ്റായോ എസ്കോർട്ടായോ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാനായിരുന്നു നിർദ്ദേശം. വർഷങ്ങളായി ടൊയോറ്റോ ഇന്നോവ എന്ന ഒരേയൊരു രാജാവ് അടക്കി വാണിരുന്ന MPV അതായത് മൾട്ടി പർപ്പസ് വെഹിക്കിൾ ശ്രേണിയെ വിറപ്പിച്ചാണ് കാർണിവൽ എന്ന എതിരാളിയുമായി കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയ എത്തിയത്. 2020 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ തങ്ങളുടെ 2ാമത്തെ വാഹനമായ കാർണിവൽ കമ്പനി വിപണിയിൽ എത്തിച്ചത്. 7, 8, 9 എന്നിങ്ങനെ 3 സിറ്റിംഗ് ഓപ്ഷനുകളാണ് വാഹനം വിപണിയിലുള്ളത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ 2.2 ലിറ്റർ 4 സിലിണ്ടർ സിയ DI ടർബോ ഡീസൽ എഞ്ചിൻ 440 Nm ടോർക്കും 200 HP കരുത്തും പകരുന്നു. വെളുപ്പ്, കറുപ്പ്, സിൽവർ നിറങ്ങളിലാണ് വാഹനം ലഭ്യമാവുക. ആഡംബരവും സവിശേഷതകളുമാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാർണിവൽ പ്രിയങ്കമാവാൻ കാരണം. ഫീച്ചറുകളാൽ സമ്പന്നമായ പ്രീമിയം MPV ആണിത്. പവർ സ്ലൈഡിംഗ് റിയർ ഡോറുകളാണ് വാഹനത്തിന്റെ പ്രധാന പ്രത്യേകത. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള 8 ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 2ാം നിര യാത്രക്കാർക്ക് വേണ്ടിയുള്ള 2 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഡ്യുവൽ പാനൽ ഇലക്ട്രിക് സൺറൂഫ്, ക്രിയയുടെ UVO കണക്ട് ചെയ്ത കാർടെക്, ഇലക്ട്രിക് ടെയിൻ ഗേറ്റ് എന്നിങ്ങനെ നീളുന്നു പട്ടിക. ഡ്യുവൽ ടോൺ ബ്ലാക്ക്, ബേജ് എന്നിങ്ങനെ 3 ഇന്റീരിയർ കളർ ഓപ്ഷനിലാണ് കിയ കാർണിവൽ എത്തുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും കാർണിവൽ ഏറെ മുന്നിലാണ്. ഓസ്ട്രേലിയൻ NCAP ക്രാഷ് ടെസ്റ്റിലാണ് കിയ കാർണിവൽ
5 സ്റ്റാർ റേറ്റിംഗ് നേടി സുരക്ഷയിൽ കരുത്തരെന്ന് തെളിയിച്ചത്. കാർണിവലിന്റെ 8 സീറ്റർ ഓപ്ഷനാണ് ET പരീക്ഷയ്ക്ക് വിധേയമാക്കിയത്. വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുന്നതിലും കൊളീഷൻ അവോയ്ഡൻസ് അസസ്മെന്റിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻഭാഗങ്ങൾ, വശങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളിൽ നിന്ന് കാർണിവൽ സുരക്ഷിത കവചം തീർക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ISO ഫിക്സ് ആങ്കറുകൾ, ഹെഡ് പ്രൊട്ടക്റ്റിംഗ് എയർ ബാഗുകൾ, എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം, ആക്റ്റീവ് ലെയിൻ കീപ്പിംഗ്, ഇന്റലിജന്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും സുരക്ഷയ്ക്ക് കരുത്തേകുന്നു. ബ്രേക്ക് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്റർ, എൻജിൻ ഇമ്മൊബിലൈസർ, ക്രാഷ് സെൻസർ, എൻജിൻ ചെക്ക് വാർണിംഗ്, ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, കൺസേണിംഗ് ബ്രേക്ക് കൺട്രോൾ, കർട്ടൻ എയർ ബാഗുകൾ, സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ ഡോർ ലോക്ക് എന്നിവയും സുരക്ഷയൊരുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തന്റെ യാത്രകൾക്ക് വാഹനവ്യൂഹം ആവശ്യമില്ലെന്ന മുഖ്യമന്ത്രി VD സതീഷിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര കാരണം ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശം സതീശൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി കഴിഞ്ഞു. യാത്രകൾക്ക് പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടി മാത്രം മതിയെന്നായിരുന്നു സതീഷിന്റെ നിലപാട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും സാധാരണക്കാരനെ പോലെ നേരത്തെ സഞ്ചരിച്ചിരുന്ന രീതിയിൽ തനിക്ക് പോയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ Z കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷ കേവലം പൈലറ്റ് വാഹനത്തിൽ ഒതുക്കാനാകില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. അതിനാൽ എസ്കോർട്ട് വാഹനം കൂടി മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി ഉണ്ടായിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എസ്കോർട്ട്, പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത് 10 മുതൽ 14ഓളം വാഹനങ്ങളായിരുന്നു. സുരക്ഷ, സഞ്ചരിക്കുന്ന വഴി, സഞ്ചരിക്കുന്ന സ്ഥലം എന്നിവ അടിസ്ഥാനമാക്കിയാണ് വാഹനങ്ങളുടെ എണ്ണം തീരുമാനിച്ചിരുന്നത്. 2 പൈലറ്റ് വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം, സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന 3 മുതൽ 4 എസ്കോർട്ട് വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് സമാനമായുള്ള സ്പെയർ ആൻഡ് ബാക്കപ്പ് കാർ, ആംബുലൻസ്, സ്ട്രൈക്കർ ഫോഴ്സ് വാഹനം എന്നിങ്ങനെയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം. സുരക്ഷാ റിപ്പോർട്ടും ഔദ്യോഗിക പരിപാടികളും അനുസരിച്ച് വാഹനങ്ങളിലും സുരക്ഷയിലും വ്യത്യാസമുണ്ടാകും. എസ്കോർട്ട് വാഹനങ്ങളിൽ പരിശീലനം ലഭിച്ച ആയുധധാരികളായ കമാൻഡോകളും ഉണ്ടാകും. പൈലറ്റ് വാഹനങ്ങളിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കീഴിൽ പോലീസുകാർ. പ്രതിഷേധമുണ്ടാകുമ്പോൾ 25 അംഗ ദ്രുത കർമ്മസേനയും അനുഗമിക്കും. കറുത്ത കിയ കാർണിവൽ കാറായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന 2 വർഷത്തിലേറെ കാലം യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നത്. അതിനൊപ്പം കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ യാത്രകൾക്കായി പോലീസ് ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയ 2 കറുത്ത ഇന്നോവ കാറുകൾ പോലീസ് ഇതിനോടകം തന്നെ തിരികെ ഏറ്റെടുത്തിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സഞ്ചരിക്കവേ വെളുത്ത ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്ക് വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് പൊതുഭരണ വകുപ്പ് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.